ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സാധന ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മാത്യു ബ്രദറാണ്. തൃശ്ശൂരിൽ നിന്നും തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകന് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടക്കേണ്ടതിനായിട്ട്, കർത്താവ് എല്ലാ നിലയിലും ആ മകനെ മാനിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ അടുത്ത പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകളെ കുടുംബമായി ദൈവം എല്ലാ നിലയിലും അനുഗ്രഹിക്കേണ്ടതിനായിട്ടും, അതേപോലെ അടുത്ത പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ ശാരീരികമായി നിൽക്കുന്ന എല്ലാ അസ്വസ്ഥതകളും മാറി തനിക്കൊരു പൂർണ്ണ വിടുതലും ഉയർച്ചയും മാധ്യമത്തിന് കൊടുക്കേണ്ടതിനായിട്ടും, തൻ്റെ വൈഫിനും പൂർണ്ണ സൗഖ്യം വലിയ സമാധാനത്തോടെ ഈ കുടുംബം മുമ്പോട്ട് പോകേണ്ടതിനായി, ദേശത്തിൽ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിക്കും? ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഈ എപ്പിസോഡ് കഴിയുമ്പോൾ മാത്യു ബ്രദറിൻ്റെ മകന് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹത്തിൻ്റെ വാതിൽ തുറക്കും. കർത്താവ് കൂടെ നിന്ന് ഇവരെ ഉയർത്തും. നിങ്ങളും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കൂടെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരോട് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം സംഭവിക്കും. കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മാത്യു ബ്രദറിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഇപ്പോൾ തന്നെ ആ മകൻ്റെ വിവാഹത്തിനുള്ള വാതിലങ്ങ് തുറക്കണമേ അപ്പാ. ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതന്മാർ ചലിക്കേണ്ടതിനായിട്ട്, കർത്താവെ, ആ മകന് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാർ ആ മകൻ്റെ വഴിയെ തുറക്കേണ്ടതിനായിട്ട്. 91 സങ്കീർത്തനം 11 വാക്യം പറയുന്നു, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. കർത്താവെ, ദൂതന്മാർ ഈ കുടുംബത്തിന് വേണ്ടി ചലിക്കുന്നതിനായി മമ്മി, നന്മയായി അത്ഭുതമായി ഒരു അനുഗ്രഹിക്കപ്പെട്ട ബന്ധം ഈ കുടുംബത്തിൽ വന്നു ചേരാൻ പോകുന്നതിനായി നന്ദി. കർത്താവെ, മാത്യു ബ്രദറിൻ്റെ മകളെ കുടുംബമായി അനുഗ്രഹിക്കണമേ, മാനിക്കണമേ അപ്പ. മാത്യു ബ്രദറിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. താൻ അനുഭവിക്കുന്ന എല്ലാ ശാരീരിക വിഷമങ്ങളും മാറണം, അത്ഭുതം സംഭവിക്കണം, ദൈവപ്രവൃത്തി നടക്കണം. കർത്താവെ, ഇവരെ അങ്ങ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേപോലെ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. തമ്പുരാൻ ഹല്ലേലൂയ ഈ കുടുംബത്തെ ആ ദേശത്തിൽ മാനിക്കണം. തൻ്റെ വൈഫിന് അത്ഭുതകരമായ സൗഖ്യം പകരണം, വിടുതൽ പകരണം. ഈ ദിവസങ്ങളിൽ ഇവരെ കുടുംബമായി സമാധാനവും സ്വസ്ഥതയും ഉയർച്ചയുമൊക്കെ പകർന്നതിനായി മമ്മി, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയാം. പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല നിങ്ങളുടെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവിൻ്റെ കരുണയാണ്, കർത്താവിൻ്റെ വലിയ കൃപയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ആദി മുതലുള്ളതും ദൈവത്തിൻ്റെ വചനം ദൈവമായിരുന്നു എന്നുള്ളതും നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വചനം നിനക്ക് അത്ഭുതമാകാൻ പോവുകയാണ്. ഈ വചനത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ സ്വീകരിക്കണം കേട്ടോ. 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കാൻ പറ്റുമെന്ന് സ്വീകരിച്ചോ. കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറയുന്ന ചിലവർക്ക് വേണ്ടി ഇന്ന് ടോർച്ചടിക്കുന്നത് പോലെ വഴി തുറക്കും കേട്ടോ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറയണം, തമ്പുരാനെ അങ്ങ് വാതിൽ തുറക്കുന്നതിനായി മമ്മി, തമ്പുരാനെ അങ്ങ് പ്രവർത്തിക്കുന്നതിനായി മമ്മി, അങ്ങയുടെ കരം ഞങ്ങൾക്ക് അനുകൂലമായതിനായി സ്തോത്രമെന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞു. കാരണം വചനത്തിൻ്റെ പ്രത്യേകത നിൻ്റെ വിശ്വാസത്തെ വചനം വർദ്ധിപ്പിക്കും. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. 12 വർഷമായി രക്തസ്രാവസ്ത്രീ എല്ലാം അവസാനിച്ചൊന്ന് വൈദ്യന്മാരും ലോകവും അവളെക്കുറിച്ച് പറഞ്ഞെങ്കിലും യേശുവിൻ്റെ വാർത്ത അവളിൽ ഒരു എഴുന്നേൽപ്പ് കൊണ്ടുവരികയാണ്. അവൾ പറയുന്നു, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ രക്ഷപ്പെടും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് യേശുവെ എന്നൊന്ന് വിളിക്കാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റം സംഭവിക്കാൻ തുടങ്ങും. കാരണം യേശു വെളിച്ചമാണ്, ഇരുട്ടിനെ നീക്കുന്ന പ്രകാശം ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് വെളിപ്പെട്ട് വരികയാണ്. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കിയും
അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു സൗഖ്യവും, നീ ആയിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഈ വചനം നിന്നെ ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്, നിന്നെ കരകയറ്റാൻ പോവുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. എഫേസ്യ ലേഖനത്തിനകത്ത് വചനത്തിൻ്റെ അസാധാരണമായൊരു വെളിപ്പാട് പറയുന്നുണ്ട്. 6-ാം അധ്യായം സർവായുധ വർഗം എടുക്കുക എന്നുള്ളതാണ്. സർവായുധ വർഗത്തിനകത്ത് 6 കാര്യങ്ങളാണ് വ്യക്തമായി പറയുന്നത്. അതിനകത്ത് രക്ഷയെന്ന ശിരസ്സും സുവിശേഷം എന്ന ചെരുപ്പും ഒക്കെ മുറുക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തിൽ മുറുക്കി കെട്ടുന്ന ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതിനകത്ത് 2 കാര്യങ്ങൾ ആക്റ്റീവാണ്. ഒന്ന് വിശ്വാസമെന്ന പരിചയവും വചനമെന്ന വാളും. ഇത് രണ്ടും നിങ്ങളിൽ ആക്റ്റീവാണെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് പോകാൻ പോകുന്നു എന്നുള്ളതാണ് വ്യക്തം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ മിനിറ്റിൽ നിങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ ചിലത് ചെയ്യുകയും നിങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യാൻ പോവുകയാണ്. എവിടെങ്കിലും അസ്വസ്ഥമായി ഇനി മുമ്പോട്ട് മാർഗമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ഈ വചനം നിങ്ങൾക്ക് അത്ഭുതമാകട്ടെ. ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളെ എഴുന്നേൽപ്പിക്കട്ടെ, നിങ്ങളോട് ഇടപെടട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു വാതിൽ തുറക്കട്ടെ. ഒന്നുകൂടെ പറഞ്ഞാൽ ഇന്നത്തെ വചനചിന്ത എന്ന് പറയുന്നത് ശത്രു അറിയാത്ത വഴി തുറക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് വിശ്വസിക്കണം. നിങ്ങളെ നോക്കി പല മേഖലയിലും ശത്രു പറയുന്നുണ്ടാകാം, അവസാനിച്ചു, തീർന്നു, ഇനി മറുപടിയില്ല എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാളുകൾ കൊണ്ട് ശത്രു പ്ലാൻ ചെയ്ത ചിലതിൻ്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. 91-ാം സങ്കീർത്തനം വ്യക്തമായി കാണുന്നു, അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുന്നുണ്ട്. വേട്ടക്കാരൻ ഒരു കെണി ഒരുക്കുന്നത് ഒരു പക്ഷിക്കോ മൃഗത്തിനോ ഏതായാലും നാളുകൾ കൊണ്ട് പ്ലാൻ ചെയ്തിട്ടാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അവൻ ഒരുക്കിയിരിക്കുന്ന കെണിയിൽ നിന്ന് തമ്പുരാൻ നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. കെണിയിൽപ്പെട്ട പക്ഷിയോ മൃഗത്തിനോ അവയ്ക്ക് സ്വയമായി രക്ഷപ്പെടാൻ പറ്റത്തില്ല. പക്ഷേ ആരോ ഒരാളുടെ സഹായത്താൽ ആ പക്ഷിയോ മൃഗം രക്ഷപ്പെടുന്നത് പോലെ ഇന്ന് സർവശക്തൻ നിന്നെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ച് ഇന്നത്തെ വചനചിന്തയിലേക്ക് നമ്മൾ അടുക്കുന്നു. ശത്രു കാണാത്തൊരു വഴി നിങ്ങൾ വിശ്വസിക്കണം. ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തുറന്നു വരാൻ പോകുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13, 14, 15 വാക്യങ്ങളാണ് നമ്മൾ കുറിവാക്യമായി വായിക്കുന്നത്. എൻ്റെ കൂടെ ചേർന്ന് വരണം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. 14-ാമത്തെ വാക്യം, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ എന്ന് പറഞ്ഞു. 15-ാമത്തെ വാക്യം, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. പ്രിയരെ, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആഴമേറിയ ചില ചിന്തകൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കാൻ പോവുകയാണ്. 1-ാമത്തെ വിഷയം ഇതാ, ഇസ്രായേൽ മക്കൾ മുമ്പോട്ട് പോകാൻ കഴിയാതെ അവരെ മുമ്പിൽ ഇനി മുമ്പോട്ട് വിടാതെ നിൽക്കുന്ന ചെങ്കടലിനെ അവർ കാണുകയാണ്. പിറകിൽ ഫറവോൻ സൈന്യം വന്ന് നിൽക്കുന്നു. ഇസ്രായേൽ മക്കൾ നമ്മളെപ്പോലെയാണെന്ന് തോന്നുന്നു. അവർ പിറുപിറുക്കുകയാണ്, അവർ നിരാശപ്പെടുകയാണ്, ഇനി വഴിയില്ലെന്ന് പറയുമ്പോൾ ദൈവം വിളിച്ച മോശ ഇസ്രായേൽ മക്കളോട് പറയാണ്, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണത്തില്ല. ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം വഴി തുറക്കണമെങ്കിൽ ഒന്നാമത് അവൻ ചെയ്യേണ്ടത്, അവൻ ഭയപ്പെടരുത്. എന്നെ കേൾക്കുന്നവരെ, ഒരു തീരുമാനത്തോടെ ഈ മെസ്സേജിനകത്ത് നിങ്ങൾ ഭയപ്പെടുന്നവരായിത്തീരുക. ഭയം നമ്മുടെ മേളിൽ വെളിപ്പെടുന്നത് ഇന്നലകളുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഭയം വരുന്നത്. ഇസ്രായേൽ മക്കൾ ഭയപ്പെടാൻ കാരണം 430 വർഷം അടിമത്തത്തിലായിരുന്നു. ഫറവോൻ അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, വല്ലാതെ കരയിപ്പിച്ചിട്ടുണ്ട്. കാരണം മോശെ ദൈവം വിളിക്കുന്നതിൻ്റെ കാരണം എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എന്നുള്ളതാണ്. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, അവരുടെ അവസ്ഥ ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്നുള്ള പദം മോശയോട് പറഞ്ഞുകൊണ്ടാണ് ഇതാ മോശെ ദൈവം വിളിക്കുന്നത്. നിങ്ങളുടെ കഷ്ടത കണ്ട ദൈവം, നിങ്ങളുടെ വേദനകൾ കണ്ട ദൈവം, നിങ്ങൾ ഉറച്ചു നിൽക്കുമെങ്കിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരത്ഭുത വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ പോവുകയാണ്. ഇത് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം കേട്ടോ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറയും, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. കാരണം തമ്പുരാനെന്തോ വലുത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഞാൻ വീണ്ടും മുമ്പോട്ട് പോകട്ടെ. 1, ഭയപ്പെടരുത്. 2, ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറയുക. അവൻ നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ
മയങ്ങാത്തവനാ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു, മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് വഴി തുറക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഭയപ്പെടാത്തവന്, രണ്ട് ഉറച്ചു നിൽക്കുന്നവന് വേണ്ടി. ഭയപ്പെടുന്നവരോട് ഒന്നുകൂടെ പറയുക, കുരുരു താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല, കാരണം നീ എൻ്റെ കൂടെ ഇരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്നവരെ, ദൈവ സാന്നിധ്യം നാം ഏത് പ്രതിസന്ധിയിലും അനുഭവിക്കണം. നാം കടന്നു പോകുന്ന ഏത് ഞെരുക്കത്തിലാണെങ്കിലും പ്രശ്നത്തിലാണെങ്കിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുത്തൻ വഴികൾ തുറന്നിരിക്കും. ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുക, ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏകാഗ്ര ഹൃദയത്തോടെ പ്രാർത്ഥനയോടാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു അതിശയം നടന്നിരിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിച്ചിരിക്കും. അപ്പോൾ ഒന്ന്, ഭയപ്പെടരുത്. രണ്ട്, ഉറച്ചു നിൽക്കുക. മൂന്നൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാകണം. കാരണം യഹോവയുടെ രക്ഷ നിങ്ങൾ കാണാൻ പോകുന്നു. ദൈവം എന്നെ വിളിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവം നിന്നെ കൈവിടത്തില്ല കേട്ടോ. ആ നിലയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന 4-ാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, എനിക്കും നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്നു ദൈവ. എനിക്കും നിങ്ങൾക്കും വേണ്ടി വാതിലുകൾ തുറക്കുകയും ശത്രുവിൻ്റെ മേലെ യുദ്ധം ചെയ്യുന്നത് ദൈവമാണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആരാധിക്കുക മാത്രം ചെയ്യാന്നുള്ളതാണ്. 5-ാമത്തെ ചിന്ത ആണ് ഏറ്റവും വലുത്. യഹോവ മോശയോട് പറയാം, നീ എന്നോട് നിലവിളിക്കുന്നത് എന്തിന്? എൻ്റെ ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ. ഹല്ലേലൂയ. എന്നെ ആഴമായി ചിന്തിപ്പിച്ചത് ഈ ഒറ്റ വിഷയമാണ്. നിങ്ങൾ ഇന്ന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവത്തിലാണോ? ഇനി ഒരു സാധ്യതയുമില്ലെന്ന് പറയുന്നവരാണോ? എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നാളുകൾക്ക് മുമ്പേ ഒരു വലിയ ദൈവദാസൻ ഈ പദം പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടായി. എന്നാൽ ഞാൻ അതിനകത്ത് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, വലിയ ജനമാണ് എന്ന് പറഞ്ഞാൽ 30 ലക്ഷത്തിന് വരുന്ന ജനം ആദ്യമേ നിൽക്കുന്നവർ വെള്ളത്തിൽ ഇറങ്ങുകയാണ്. വെള്ളത്തിൽ കുറച്ചു പേർ ഇറങ്ങിക്കാണാം. ചിലവർ കരയ്ക്ക് നിൽക്കുകയാണ്. പുറകിൽ നിൽക്കുന്നവർ ഫറവോൻ്റെ അടുക്കലാണ് നിൽക്കുന്നത്. എന്നാൽ ആദ്യം ഇറങ്ങിയവരുടെ മുമ്പിൽ കിഴക്കൻ കാറ്റിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതികൂലം കണ്ടവൻ ഈ മണിക്കൂറിൽ അത്ഭുതം കാണാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് എത്ര പ്രതികൂലമാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ ഭാഷയിൽ നീ മുമ്പോട്ട് തന്നെ സ്റ്റെപ്പ് വെക്കണം. ഒരു മാർഗമില്ലെങ്കിലും അവിടെ നിന്ന് ദൈവത്തെ ഒന്ന് വിശ്വസിക്കുകയും വചനം പറയുകയും ആരാധിക്കുകയും ചെയ്യണം. ആരാധനയുടെ നടുവിൽ ദൈവ വഴികൾ തുറക്കും കേട്ടോ. ആരാധനയുടെ നടുവിൽ അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സംഭവിക്കും. പൗലോസും ശീലാസും ആ കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടവരായി, കാരാഗ്രഹത്തിൽ കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടപ്പെട്ടവരായി നിൽക്കുമ്പോൾ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പിന്മാറാതെ നിങ്ങൾ ആ പ്രതിസന്ധിയിൽ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങണം, ആരാധിക്കാൻ തുടങ്ങണം. കാട്ടിൽ കിടന്ന് ദൈവത്തെ രഹസ്യമായി ആരാധിച്ചവനെ പരസ്യമായി കിരീടം വെച്ച് രാജാവാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ഒറ്റപ്പെട്ടു പോയ, തെള്ളപ്പെട്ടു പോയ നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായി മാനിക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയണം കേട്ടോ. ദാവീദേ, നിന്നെ എല്ലാവരും കാണുക, ദൈവം അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. നീ ആ കാട്ടിൽ മാത്രം തീരുമെന്ന് പറഞ്ഞവർ കാണുക, എൻ്റെ ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ദൂത് സ്വീകരിക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, എൻ്റെ ദൈവം ജനത്തോട് പറയുക മുമ്പോട്ട് പോകാനായിട്ട്. ഹല്ലേലൂയ. അടുത്ത പദമൊക്കെ വിശ്വാസം കേട്ടോ. തുറക്കത്തില്ലെന്ന് പറഞ്ഞ് ചെങ്കടലിൻ്റെ നടുവിൽ മോശ കരം നീട്ടുകയാണ്. ഇന്ന് ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ വിശ്വാസത്തിൽ കരമുയർത്തുന്നവരാണെങ്കിൽ, വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇതുവരെയും കാണാത്ത അത്ഭുത വഴികൾ തുറന്നു വരാൻ പോവുകയാണ്. ഞാൻ ഈ ചിന്തിക്കുന്ന ചിന്തയ്ക്കകത്ത് നിങ്ങൾക്കറിയാമോ, 16-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നോക്കിയാൽ മന്ന മഞ്ഞിൽ പൊതിഞ്ഞ വരുന്നത്. മരുഭൂമിയിൽ മഞ്ഞിൽ പൊതിഞ്ഞ് മന്ന തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ നിൻ്റെ ജീവിതത്തിനകത്ത് ചൂടുപിടിച്ചിന് മറുപടിയില്ല, തീ പോലെ നിൽക്കുന്ന അനുഭവത്തിനകത്ത് നിന്നെ തണുപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം അവർക്ക് ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നാണ് മന്നയെ കൊടുത്തത്. 78-ാം സങ്കീർത്തനം 23-24 വാക്യങ്ങളിലേക്ക്. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്നുവാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. ഈ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇന്ന് ഇതിനകത്ത് നിൽക്കുന്നവർ ചിലവർ ഈ സമയത്ത് തന്നെ അത്ഭുതകരമായ വിടുതലുകൾ പ്രാപിക്കാൻ പോവുകയാണ്. നമ്മുടെ ചിന്ത, ഇസ്രായേൽ മക്കളുടെ ചിന്ത മുമ്പിലോട്ടും പിറകിലോട്ടും സൈഡിലോട്ടും ആയിരിക്കാം സാധാരണ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ചിലവരെ ശ്രദ്ധിക്കും, അവർ തരുമായിരിക്കും, അവിടെ നിന്ന് വിടുതൽ നടക്കുമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, അവൻ ആകാശത്തിൻ്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറന്നു എന്നാണ്. നിങ്ങളുടെയും എൻ്റെയും വിടുതലുകൾ ഉയരത്തിൽ നിന്നാണ്. ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന ദൈവം. ഇതുവരെയും തുറക്കാത്ത ചില വാതിലുകൾ ഇപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചിലവർക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിച്ചോ. എൻ്റെ ജീവിതത്തിനകത്തും മനുഷ്യനോ ലോകത്തിനോ ശത്രുവിനോ പറയാൻ പറ്റാത്തത്
എൻ്റെ ദൈവം ഇപ്പോൾ ചെയ്തു തരികയാണ്. അതിനെ സ്വീകരിച്ചോ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. തമ്പുരാനെ, അങ്ങ് ഈ ജനത്തെ മാനിച്ചതിനായി നന്ദി. തമ്പുരാനെ, ഈ ജനത്തെ ഉയർത്തിയതിനായി നന്ദി. ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്ന് അത്ഭുതകരമായ വാതിലുകളും വഴികളും ഇവർക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ 4ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, മുൻപോട്ട് പോകുന്നവർക്ക് വേണ്ടി ഇതാ അത്ഭുതകരമായ വാതിലുകൾ ദൈവം തുറക്കാൻ പോകുന്നു. കിഴക്കൻ കാറ്റിൻ്റെ രൂപത്തിൽ ഇതാ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വഴി തുറക്കുകയാണ്. ഇനി 5ാമത്തെ ചിന്ത ഞാൻ നിങ്ങളോട് പറയാം, ദൈവം തുറക്കുന്ന വഴിയുടെ പ്രത്യേകത. എന്നെ കേൾക്കുന്നവരെ, ദൈവം തുറന്ന വഴിയുടെ പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് ഒരിക്കലും മറക്കാൻ കഴിയാത്തത്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചെങ്കടൽ തുറന്നത് ഇന്നും ഈ സമയത്തും പ്രസംഗിക്കപ്പെടാനുള്ള റീസൺ എന്ന് പറയുന്നത്, അത് മനുഷ്യന് തുറക്കാൻ പറ്റത്തില്ല, അത് മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ല, ദൈവമാണ് തുറക്കുന്നത്. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ദൈവം തുറന്ന വഴിയുടെ പ്രത്യേകത ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുക. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തുള്ള വഴി അടുത്തു നിന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. ഈ വചനം വ്യക്തമായി ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. ആ തുടങ്ങുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ. ഫറവോൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ച ശേഷം ഫിലിസ്തീനയുടെ ദേശത്തുള്ള വഴി അടുത്തതെന്ന് വരികയിലും. എന്നെ കേൾക്കുന്നവരെ, നമ്മൾ പലരും പ്രാർത്ഥന വിഷയമായിട്ട് പറയുന്നു, പാസേ ആ വിവാഹവും നടന്നായിരുന്ന അനുഗ്രഹമായിരുന്നു, ആ ജോലി എൻ്റെ തലമുറയ്ക്ക് അങ്ങ് കിട്ടിയായിരുന്നു, എല്ലാം എളുപ്പമായേനെ, അറിയാം അവർക്ക് അഡ്മിഷൻ അങ്ങ് കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് സ്വസ്ഥമായേനെ. എല്ലാം എളുപ്പ വഴിയിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കണം, നമ്മൾ ചിന്തിച്ച പല എളുപ്പ വഴികളും തുറക്കാതെ വരുമ്പോൾ നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ വേദനിക്കരുത്. കാരണം എൻ്റെ ദൈവം മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ വഴി തുറക്കുന്നവനാണ്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ശത്രു വലിയ കണക്കൂട്ടലുകളോടാണ് നിൽക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ യാക്കോബിനെ ഹെരോദാവ് വാളുകൊണ്ട് കൊന്നു. അതിനുശേഷം ഇതാ പത്രോസിനെ പിടിക്കുകയാണ്. പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുമ്പോൾ ഹെരോദാവ് ഒരു ടൈം കുറിച്ചിട്ടുണ്ട്, പത്രോസിനെ ഈ രാവിലെ അവസാനിപ്പിക്കണമെന്നുള്ളത്. എന്നാൽ ശത്രു വെച്ചിരിക്കുന്ന സമയത്തേക്കാൾ വലിപ്പത്തിൽ എൻ്റെ ദൈവം കാരാഗൃഹത്തിൽ ദൂതനെ അയച്ച് വാതിൽ തുറക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് എന്നെ കേൾക്കുന്ന പലരും ഡേറ്റിനകത്ത് ഭാരപ്പെടുന്നവരാണ്. എങ്ങനെ മുമ്പോട്ട് പോകും, എങ്ങനെ എൻ്റെ ജീവിതത്തിനകത്ത് നടക്കും, ഇങ്ങനെയൊക്കെ ഒത്തിരി ഭാരപ്പെടുന്നവരുണ്ട്. ഇത്രാം തീയതി ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്, ഇത്രാം തീയതി ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രാം തീയതി ആ സാമ്പത്തികം തലമുറയുടെ ആവശ്യത്തിന് വേണ്ടിയുണ്ട്. ഇങ്ങനെയൊക്കെ ഒത്തിരി ഭാരപ്പെടുന്നവരുണ്ട് ഈ ഡേറ്റുകൾ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ കരുതലുകൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഭാരപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം അതിശയം ചെയ്യാൻ പോകുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരുമെന്ന ശത്രു വിധി എഴുതിയിരിക്കുന്ന വെല്ലുവിളിക്കുന്ന ആ ഡേറ്റുകളും ആ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ദൈവം അതിനു മുമ്പായി പ്രവർത്തിക്കാൻ പോവുകയാണ്, അതിനു മുമ്പേ ചലിക്കാൻ പോവുകയാണ്. എങ്കിൽ നമ്മൾ വായിച്ച ഭാഗത്തിനകത്ത് ഇസ്രായേൽ മക്കളെ ഫെലിസ്ത്യരുടെ വഴിയിലൂടെ ദൈവം കൊണ്ടുപോയില്ല, അത് അടുത്തുള്ള വഴിയായിരുന്നു. പക്ഷേ യുദ്ധം കാണുമ്പോൾ ജനമെല്ലാം പിന്തിരിയുമെന്ന് കരുതിയിട്ട് ദൈവം അവരെ കൊണ്ടുപോയില്ല കേട്ടോ. അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ദൈവമാണ് അവരെ കൊണ്ടുപോകാൻ ചെയ്യുന്നത്. നമ്മൾ ചിലതും പ്രാർത്ഥിച്ചൊന്നും തുറന്നില്ല, ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് പിന്മാറുമ്പോൾ ഞാൻ പറയുന്നത്, ദൈവം ചിലത് സമ്മതിക്കാതിരുന്നത് നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്ത ചില വലിയ വഴികൾ തുറക്കേണ്ടതിന് വേണ്ടിയാണ്. ഒന്നുകൂടെ അതിനെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. എൻ്റെ പ്രാർത്ഥന മുറിയിൽ എൻ്റെ ദൈവം എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എടാ, ലോകം കണ്ട വഴിയല്ല, ഫെലിസ്ത്യൻ്റെ വഴിയിലൂടെയല്ല ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. എൻ്റെ ദൈവം അസാധാരണ വാതിലാണ് തുറക്കാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിച്ച് നോക്കിയേ. ഫെലിസ്ത്യൻ്റെ ദേശത്തോടുള്ള വഴി എന്ന് പറയുന്നത് ഫറവോൻ വെട്ടിയ വഴിയാട്ടോ. ആ കാലത്ത് ഏറ്റവും ഉയർന്ന തലത്തിലാണ് ഫറവോൻ നിൽക്കുന്നത്. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഫറവോന് ആ സ്ഥലത്തെ എല്ലാ വഴികളും അറിയാം കേട്ടോ. 14-ാം അധ്യായം 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു ഭയങ്കര ആഴം കാണാൻ പറ്റും. എന്നാൽ അവർ ദേശത്തിൽ ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. നിങ്ങൾ നോക്കണേ, ശത്രുവായ ഫറവോൻ പറയുകയാണ്, അവർ ദേശത്തിൽ ഉഴലുകയാണ്, അവർ മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഈ പുസ്തകം എടുത്തിറങ്ങിയപ്പം നിങ്ങളെ മാത്രം ശത്രു ഇപ്പം നോക്കുന്നത്, നിങ്ങളെ മാത്രം നോക്കുന്ന ഒത്തിരി കണ്ണുകളുണ്ട് കേട്ടോ. അവരെല്ലാം ഇപ്പം നിങ്ങളെ പുച്ഛഭാവത്തോടെ പറയുന്നുണ്ട്, ഒരു വഴിയും തുറന്നില്ല, ചുമ്മാതാ ദൈവത്തെ വിളിക്കാൻ പോയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി കളിയാക്കൽ അനുഭവിക്കുന്ന വേദനപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് കരമുയർത്തിക്കോ. ഹന്നായിയുടെ ദൈവം ആലയത്തിൽ വന്ന് നിലവിളിച്ച ഹന്നായിക്ക് വേണ്ടി ദൈവം ഒരത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യഹോവയുടെ കൈ നിങ്ങളുടെ മേലേക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണ വാതിൽ തുറക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയാം, ഇതാ ഫറവോൻ്റെ കണക്കൂട്ടലുകൾ തെറ്റാൻ പോവുകയാണ്. ഫറവോൻ ഇസ്രായേൽ മക്കളെ പിന്തുടരുവാൻ തക്കവണ്ണം
ഇതാ ഫറവോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കുന്നു. അവർ മരുഭൂമിയിൽ ഉഴലുന്നു, അവർ മരുഭൂമിയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട്. ശത്രു നോക്കിയപ്പോൾ എല്ലാം തീർന്നെന്നാണ് പറയുന്നത്. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫെലിസ്ത്യൻ്റെ ദേശത്തുള്ള വഴിയല്ല കേട്ടോ. ഫറവോൻ വെട്ടിയ വഴിയിലൂടെ അല്ല ദൈവം നിനക്ക് വേണ്ടി മുമ്പോട്ട് വഴി തുറക്കാൻ പോകുന്നത്. ആഴമായി ഇത് തിരിച്ചറിയണമേ. നിങ്ങളുടെ മുമ്പിൽ ഒരു സാധ്യതയെല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ അനുഭവത്തിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു കിഴക്കൻ കാറ്റിൻ്റെ ശക്തി ഇതാ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഇസ്രായേൽ മക്കൾ പിറുപിറുക്കുകയും ഭാരപ്പെടുകയും ചെയ്യുമ്പോൾ മോശ ഉറച്ചു നിന്ന് കടലിന് നേരെ കരം നീട്ടുകയാണ്. ആ നീട്ടുന്ന സമയത്ത് മുൻനിരയിൽ നിൽക്കുന്ന ഇസ്രായേൽ മക്കൾ മുഴുവൻ കാണുകയാണ് മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റ് അവർക്ക് വേണ്ടി കടലിനെ രണ്ടാക്കുകയാണ്. ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണ്, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായൊരു വാതിൽ തുറന്നു വരികയാണ്. ശത്രു അറിയാത്ത ഒരു വഴി ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വരുന്നു. സ്വീകരിക്കാമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സ്വീകരിച്ചോ. എൻ്റെ മുമ്പിൽ ഒരു വാതിലും വഴിയും തുറന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുന്നതിനോട് എനിക്ക് പറയാനുണ്ട്, എൻ്റെ തമ്പുരാൻ ഫിലിസ്ത്യൻ്റെ ദേശത്തുള്ള വഴിയല്ല, ഫറവോൻ വെട്ടിയ വഴിയല്ല, ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ഭൂപടത്തിലുള്ള ഒരു വഴിയുമല്ല നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചതുമില്ല. സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് സ്വീകരിച്ചുകൊണ്ട് ഈ വചനത്തിന് വേണ്ടി നിന്ന, ദൈവത്തിന് വേണ്ടി നിന്ന നിന്റെ മുമ്പിൽ ഒരു സീസൺ ആരംഭിക്കുകയാണ്. നിന്റെ ജീവിതത്തിനകത്തൊരു പുത്തൻ നന്മ വെളിപ്പെട്ട് വരാൻ പോകുന്നു. അത് മനുഷ്യൻ കാണാത്തത്, അത് ദൈവം തുറക്കുന്നത്. വിശ്വസിക്കുന്നവർ മാത്രം എൻ്റെ കൂടെ ചേർന്ന് ആരാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരാധിക്കണമേ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. ദൈവത്തിൻ്റെ ശക്തി നീ കാണാൻ പോകുന്നു. ഇതാ എൻ്റെ ദൈവം തുറക്കുന്ന വഴിയുടെ പ്രത്യേകത മനുഷ്യനോ ലോകമോ കാണാത്തത്. ചെങ്കടലിൻ്റെ നടുവിലിതാ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുക്കുന്നു. മനുഷ്യൻ വെട്ടിയ വഴിയിലൂടെ അല്ല കേട്ടോ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. അതാ ഇന്നും ഈ മേഖല പ്രസംഗിക്കപ്പെടാൻ കാരണം. നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇതേപോലെ ദൈവം ഒരു അത്ഭുതം ചെയ്യും. 2017 ഡോക്ടർമാർ എന്നെ നോക്കി വിളിച്ചു പറഞ്ഞു, ഇനി നീ ജീവിക്കത്തില്ല. എന്നെ ചെക്ക് ചെയ്ത് ഡോക്ടർ പറഞ്ഞത്, എൻ്റെ റിസൾട്ടുകൾ കണ്ടിട്ടും മാക്സിമം 30 ദിവസം മാത്രമേ ജീവിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 8 വർഷമായി അധികം ആരോഗ്യത്തോടെ 8 മെഡിക്കൽ റിപ്പോർട്ടുകൾ നോർമൽ നടിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക. കാരണം അറിയാം, അത് മനുഷ്യൻ തുറന്ന വഴിയല്ല കേട്ടോ. എൻ്റെ ദൈവം എന്നെ തൊട്ട് സൗഖ്യമാക്കിയതാ. കാരണം അതെൻ്റെ ജീവിതത്തിലെ അവസാന സ്റ്റേജിലും ഞാൻ പറയും, യേശു ജീവിക്കുകയാണ്. ദൈവം തുറക്കുന്ന വഴിയുടെ പ്രത്യേകത നീ നിൻ്റെ ജീവിതാനുഭവം മുഴുവൻ പറയും. അവനെ ഉയർത്തേണ്ടതിന് വേണ്ടി അവൻ്റെ സാക്ഷ്യം നീ പറയും. കാരണം ദൈവമാണല്ലോ നിനക്ക് വേണ്ടി വഴി തുറന്നത്. ശ്രദ്ധിക്കുന്നതിനോടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. 5-ാമത്തെ ചിന്തയായിരുന്നു ദൈവം തുറക്കുന്ന വഴിയുടെ പ്രത്യേകത. 6-ാമത്തെ ചിന്തയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് മുമ്പോട്ടിന് വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇപ്പോൾ ചലിക്കാൻ തുടങ്ങും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. അനന്തരം ഇസ്രായേലിലെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരെ മുമ്പിൽ നിന്ന് മാറി പിൻപിലേക്ക് പോയി നിന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഈ വചനത്തിന് നന്ദി പറയണം. ഇതാ മുമ്പിൽ ഒരു സാധ്യതയില്ലെന്ന് പറയുന്ന ജനത്തിന് വേണ്ടി ദൈവദൂതൻ ഇതാ പിന്നിലോട്ടൊന്ന് മാറിയ. കാരണം ഫറവോൻ തൊട്ടടുത്ത് വന്ന് നിൽക്കുക. ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മുടെ ഭാഷകളിൽ പാസ എന്നും പ്രശ്നമാ, എന്നും പോരാട്ടോ, എന്നും കണ്ണുനീരാന്ന് പറയുന്നവർ ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ട് ഈ വചനം ഏറ്റെടുക്കണം. ഇനി ശത്രുവിന് നിന്നോട് അടുത്ത് വരാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ നിനക്ക് കാവലായി തീരാൻ പോവുക. ഇസ്രായേൽ മക്കളോട് അടുക്കാതെ വണ്ണം അവരെ അകറ്റി നിർത്തുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഇടപെടൽ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങൾ വിശ്വസിച്ചോ, ഫറവോന് ഇനി ഇവരെ തൊടാൻ പറ്റത്തില്ല. കാരണം തൊടണമെങ്കിൽ ദൈവം സമ്മതിക്കണം. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ അനുഭവം മാറാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുത്തൻ വഴികൾ തുറക്കാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്ത അത്ഭുത കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുന്നു. ഞാനെങ്കിൽ എന്നെ ചിന്തിപ്പിച്ച് ഏറ്റവും വലിയ ചിന്തയിലോട്ട് വരിക. ഇതാ ദൂതന്മാർ അവർക്ക് കാവലാകുന്നു. അടുത്ത വാക്യം നോക്കിയാൽ മോശ ഇതാ കടൽ മേളിലേക്ക് കൈ നീട്ടുകയാ. ചെങ്കടൽ തുറക്കാൻ പോകുന്നു. മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ് വെളിപ്പെട്ട് വരുന്നു. എന്തിനു വേണ്ടിയാണ് മോശയെ വിളിച്ചെന്ന് ചോദിച്ചാൽ, ആർക്കും തുറക്കാൻ പറ്റാത്തത് ദൈവം അവനിലൂടെ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ വിശ്വാസത്തിൻ്റെ തലത്തിൽ കരം നീട്ടണം കേട്ടോ. ഇതുവരെയും തുറക്കാത്തത്, ഇതുവരെയും നടക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. കർത്താവ് അത് ചെയ്യാൻ പോകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് എന്നെ ചിന്തിപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഇതാ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ തുറന്ന് മുമ്പോട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ കൂട്ടിയാൽ 6 ലക്ഷത്തിലധികമാണ് വരുന്നത്. ആ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാം കൂട്ടുമ്പോൾ
30 ലക്ഷത്തിന് മുകളിൽ വരുമെന്നുള്ളതാണ് കണക്കൂട്ടൽ. അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, 30 ലക്ഷം ജനം വരുന്നതിനകത്ത് മുമ്പേ നിൽക്കുന്നവരാണ് ചെങ്കടലിൽ കയറുന്നത്. ആ കയറുന്നവർ ഇപ്പോൾ തപ്പെടുത്ത് മിരിയാമിൻ്റെ കൂടെ ആരാധിക്കുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, കയറിയ ജനത്തോട് ചോദിച്ച്, മിരിയാമിനോട് കൂട്ടരോട് ചോദിച്ചാൽ അവർ വിളിച്ചു പറയും, ഞങ്ങളുടെ ദൈവം ആർക്കും തുറക്കാൻ പറ്റാത്ത വഴി തുറന്നു. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, ആരാധിക്കുന്ന ജനത്തിന് വേണ്ടി വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കുകയാണ്. നിങ്ങൾ ഈ ദൂത് സ്വീകരിക്കണം കേട്ടോ. ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മോശയോട് ദൈവം പറയുന്നത്, ഈ ഫറവോനെ കൂട്ടരെയും ചെങ്കടലിൽ മുക്കണമെന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിന് വേണ്ടി അത്ഭുത വഴികൾ തുറക്കും. ശത്രു അവസാനിക്കുന്നത് നിങ്ങൾ കാണും. എൻ്റെ ചിന്ത നിങ്ങളോട് പറയാണ്, അതിൻ്റെ 23, 24 വാക്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. ഫറവോന്റെ കുതിരകളും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. 24-ാമത്തെ വാക്യം, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സമ്പത്തിൽ നിന്ന് മിസ്രൈമെ സൈന്യത്തെ നോക്കി മിസ്രൈമെ സൈന്യത്തെ താറുമാറാക്കി. ഇതാ ഇസ്രായേൽ മക്കൾ മുമ്പിൽ നിന്നവരെല്ലാം ചെങ്കടൽ കയറിക്കഴിഞ്ഞു. അവരിതാ കയറിയവരെ പുറകെ ഫറവോനും കൂട്ടരും വരികയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നവർക്ക് കാണാൻ പറ്റും ഏറ്റവും വലിയ ആഴം. ഹല്ലേലൂയ. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല മേഖലയിൽ അല്ലെങ്കിൽ പല ആംഗിളിൽ വരച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ട്. സൈഡ് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട് എന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റും. എൻ്റെ ദൈവം ഇതാ ഇസ്രായേൽ മക്കളെ നോക്കിയത് ഉയരത്തിൽ നിന്നാണ്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ഞാൻ നിങ്ങൾ നോക്കുന്നത് മുമ്പിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെയാണ്. മുമ്പോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നോക്കിയാൽ ഒരു സാഹചര്യമില്ല, ഒരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തളർന്നു പോകരുത് കേട്ടോ. എൻ്റെയും നിങ്ങളുടെയും വഴി തുറക്കുന്നത് ഉയരത്തിൽ നിന്നാണ്. എൻ്റെയും നിങ്ങളുടെയും വിടുതൽ സംഭവിക്കുന്നത് ഉയരത്തിൽ നിന്നാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചോ. ശത്രു ചിന്തിച്ചതും ഇനി ഇവർക്ക് മുമ്പിൽ വഴിയില്ലെന്നാ. പക്ഷെ ഇവരുടെ ദൈവം അല്ലെങ്കിൽ നമ്മുടെ ദൈവം ഇതാ ഉയരത്തിൽ നിന്നാണ് വഴി തുറക്കുന്നത്. ഫറവോനും കൂട്ടരും ചെങ്കടലിൻ്റെ മധ്യത്തിലേക്ക് വരാൻ കാരണം അവർ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു വന്നതാ. എന്നെ കേൾക്കുകയും തൊട്ടു പറകി വന്നെന്നാണ് പറയുന്നത്. ഇതേപോലെ ചിലവർ എന്നോട് പറയുന്നു, എല്ലാം അവസാനിച്ചു, ശത്രു എല്ലാം തീർത്തു എന്ന് പറയുന്നത് പോലെ അനുഭവത്തിലായിരിക്കാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ദൈവം ഇതുവരെയും കാണാത്തൊരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുക. കാരണം എൻ്റെ ദൈവം മുകളിൽ നിന്നാണ് ഇത് ശ്രദ്ധിക്കുന്നത്. മുകളിൽ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ തിരിച്ചറിയാം, ഇവരക്കര കയറുകയും ഫറവോൻ നടുക്ക് വരികയും ചെയ്യണം. അറിയാം, ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. ആ ഗ്യാപ്പിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഫറവോൻ ചെങ്കടലിൻ്റെ നടുവിലേക്ക് വരുമ്പോൾ പ്രഭാതയാമത്തിൽ എൻ്റെ ദൈവം അഗ്നിമേഘ സമ്പത്തിൽ നിന്ന് അവനെ ഒന്ന് നോക്കിയെന്നാണ് പറയുന്നത്. അവൻ താറുമാറായി തീർന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ നിന്റെ പ്രശ്നം അടുത്തോ, നിന്റെ ജീവിതത്തിൽ ഇനി വഴിയില്ലെന്ന് പറയുമ്പോൾ ഇതുവരെയും തുറക്കാത്തൊരു അത്ഭുതത്തിലേക്ക്. ചെങ്കടലിൽ കയറുന്ന ജനത്തെ നോക്കിയാൽ ചെങ്കടലിൽ മുമ്പേ നിൽക്കുന്നവർ അടിമകളാണ്, അവർ ഭയപ്പെടുന്നവരാണ്, അവർ കരയുന്നവരാണ്. പക്ഷെ ചെങ്കടൽ കയറിയ മിരിയാമിനോട് കൂട്ടരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ അവകാശികളാണ്, ഞങ്ങൾ അത്ഭുതം കണ്ടവരാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ അവകാശത്തിലേക്ക് നടക്കുകയാണ്, നിങ്ങൾ അത്ഭുതത്തിലേക്ക് നടക്കുകയാണ്. അവർക്ക് ഭയമില്ല കേട്ടോ. മിരിയാമൻ ചോദിച്ചാൽ മിരിയാം ഇപ്പോൾ ആരാധിക്കുന്നത് എന്താണെന്നറിയാവോ? എൻ്റെ തലമുറകളെ നൈൽ നദി മുക്കിക്കൊന്നവനെ എൻ്റെ ദൈവം ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയാണ്. ശത്രു കാണാത്തൊരു വഴി എനിക്ക് വേണ്ടി എൻ്റെ ദൈവം തുറന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ തലയെ ദൈവം ഉയർത്താൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കാൻ പോകുന്നു. ഞാൻ പ്രാർത്ഥിച്ച ഒരു ദിവസം ഇങ്ങനെ എന്നിട്ട് എൻ്റെ ഉള്ളിൽ തോന്നി പിന്നെ എനിക്ക് ഒരു മോനും ഒരു മോളുമാണ്. മോൾക്ക് 2 ആമക്കളാണ്. മൂത്ത മോന് രണ്ടുപേരും പഠിച്ച ഇളയ മോൻ എഞ്ചിനീയറിങ് കഴിഞ്ഞു. പിന്നെ റെയിൽവേയുടെ ലോക്കോ പൈലറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു, 5-ാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു അത്. അതിന് മുമ്പ് ഞാൻ ബുധനാഴ്ച ഇവിടെ വന്നപ്പോൾ ഞാൻ മോന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പാസ്റ്ററും സുധാസിസ്റ്റർ ബാക്കിയുള്ളിടത്തൊക്കെ പറഞ്ഞു, മോളുടെടുത്തൊക്കെ പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ച് അങ്ങനെ മോൻ പരീക്ഷയ്ക്ക് എഴുതി. ലോക്കോ പൈലറ്റിൻ്റെ പരീക്ഷ എഴുതി അവൻ പാസ്സായി. ദൈവത്തിന് കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കാൻ എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. പിന്നെ അതിൻ്റെ മൂത്ത മോന് അവൻ പോളിടെക്നിക് കഴിഞ്ഞ് വേറൊരു ട്രെയിനിങ്ങും കഴിഞ്ഞെങ്കിലും അവന് ഡ്രൈവിങ്ങിനോടാണ് ഇഷ്ടം. ഹെവിയൊക്കെ എടുത്ത് വലിയ ലോറി ഓടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ. എങ്കിലും ഞങ്ങൾ വെളിയിലോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് കഴിഞ്ഞ മാസം അങ്ങേ മാസം ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തായിരുന്നു. അത് ബുധനാഴ്ച ഞാനിവിടെ വന്ന് പൈസ കൊടുത്തിട്ട് പോയി. വെള്ളിയാഴ്ച പാസ്റ്റർ ഇവിടെ അത് പ്രോഗ്രാം സ്പോൺസർ ചെയ്തു. ഞാൻ വീട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം മോന് ഞങ്ങൾ വീടിനടുത്തുള്ളൊരു പയ്യൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് മുമ്പ് ഒരാൾ ഇപ്പം തരാമെന്നും പറഞ്ഞ് ഞങ്ങളെ 75,000 രൂപ വാങ്ങിച്ചായിരുന്നു. അത് പിന്നെ നമ്മളെ പ്രാർത്ഥനയുടെ കണ്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിൻ്റെ അടുത്ത്. ഏതായാലും ആ പൈസ ആ പേടിച്ച പയ്യൻ തന്നെ
പലിശയോടുകൂടി ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഈ പിന്നെ വെള്ളിയാഴ്ച പാസ്റ്റർ ചെയ്ത് എൻ്റെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ശനിയാഴ്ച ദിവസം മോന് വേണ്ടി പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള മോൻ്റെ കൂട്ടുകാരനും ഞങ്ങളൊരു വീട് പോലെ കഴിയുന്നവരാ. മോൻ 2 വർഷമായി സൗദിയിൽ പോയിട്ട് ഇവന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വേക്കൻസി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഒരു അവൻ്റെ കമ്പനിയുടെ അടുത്ത് തന്നെ വേറൊരു പുതിയ കമ്പനി തുടങ്ങി. വെള്ളിയാഴ്ച പിന്നെ പാസ്റ്റർ പ്രാർത്ഥന കേട്ടുകൊണ്ട് ശനിയാഴ്ച ആയപ്പോൾ ആ മോൻ അവിടെ നിന്ന് വിളിച്ചു. അവന് പോകാൻ വേണ്ടിയുള്ള എല്ലാ ഇതും അവൻ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും അതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി മെഡിക്കലുണ്ട്, ബാക്കി പിന്നെ പരിപാടികളൊക്കെ ഉണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കണ്ട ഓരോ മക്കൾക്ക് വേണ്ടിയും ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാക്കണം, ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാക്കണം. ഇവരെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത അത്ഭുതങ്ങൾ അങ്ങ് തുറന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കണം, വാട്സാപ്പിലും മെസ്സേജ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരത്ഭുത വഴി ദൈവം തുറക്കും. നിങ്ങളുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നവരെ പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.